തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഫലങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെ ബി.ജെ.പി അഭിനന്ദിച്ച് തിരുവനന്തപുരം എം.പി ശശി തരൂർ. തരൂർ ബി.ജെ.പിയിൽ ചേക്കേറുമെന്ന അഭ്യൂഹം ശക്തമായിരിക്കെയാണ് അദ്ദേഹം അഭിനന്ദന പോസ്റ്റുമായി രംഗത്ത് വന്നത്. തരൂരിന്റെ അഭിനന്ദന പോസ്റ്റ് കണ്ട് വിമർശനങ്ങളുമായി യു.ഡി.എഫ് അണികളും രംഗത്ത് വന്നു. സംസ്ഥാനത്താകെയുള്ള യു.ഡി.എഫിന്റെ മികച്ച വിജയത്തെ അഭിനന്ദിച്ച തരൂർ തിരുവനന്തപുരം കോർപ്പറേഷനിലെ ബി.ജെ.പിയുടെ ചരിത്ര വിജയത്തെയും അഭിനന്ദിക്കാൻ മടി കാട്ടിയില്ല. ആടി നിൽക്കുന്ന തരൂരിന്റെ അഭിനന്ദനമാണ് വീണ്ടും ചർച്ചകളിൽ നിറഞ്ഞത്. ജനങ്ങൾ മാറ്റം ആഗ്രഹിക്കുന്നു എന്നതാണ് ഫലം കാണിക്കുന്നതെന്നും ജനാധിപത്യത്തിന്റെ സൗന്ദര്യമാണ് തലസ്ഥാനത്തടക്കം ദൃശ്യമായതെന്നും തരൂർ അഭിപ്രായപ്പെട്ടു. തലസ്ഥാനത്തിന്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ ശ്രദ്ധേയമായ മാറ്റം അടയാളപ്പെടുത്തുന്ന ശക്തമായ പ്രകടനമാണ് ബി.ജെ.പി നടത്തിയതെന്നാണ് തരൂർ പറഞ്ഞത്. തരൂരിന്റെ പോസ്റ്റിൽ പ്രതികരണങ്ങളുമായി എത്തിയ യു.ഡി.എഫ് അണികൾ കടുത്ത വിമർശനമാണ് ഉന്നയിച്ചത്. നിങ്ങൾക്കിതെങ്ങനെ സാധിക്കുന്നുവെന്നും പുറത്താക്കൂല, വേണേൽ രാജിവെച്ച് അങ്ങോട്ട് ചാടിക്കോ എന്നിങ്ങനെയാണ് പ്രവർത്തകരുടെ കമന്റുകൾ. തരൂരിന്റെ സമീപകാല നിലപാടുകളുടെ ഓഡിറ്റിംഗ് ആണ് ഈ പോസ്റ്റിലും നടക്കുന്നത്. ശശി തരൂരിന്റെ മോദി സ്തുതിക്കെതിരെ കോൺഗ്രസിനകത്തും പുറത്തും വ്യാപക പ്രതിഷേധം ഉടലെടുത്തത് ഇന്നോ ഇന്നലെയോ അല്ല. ഇത്രയധികം മോദി സ്തുതി നടത്തിയിട്ട് എന്തിനാണ് ശശി തരൂർ കോൺഗ്രസിൽ തുടരുന്നതെന്നും കാപട്യമാണിതെന്നുമാണ് കോൺഗ്രസ് നേതാക്കളടക്കം തുറന്നടിച്ചത്. തരൂർ ഹിപ്പോക്രാറ്റ് ആണെന്നും എം.പി ആയതുകൊണ്ട് മാത്രമാണോ കോൺഗ്രസിൽ തുടരുന്നതെന്നുമായിരുന്നു മുതിർന്ന നേതാവായ സന്ദീപ് ദീക്ഷിത് മുൻപ് ചോദിച്ചത്. കോൺഗ്രസിന്റെ നയങ്ങൾക്ക് വിരുദ്ധമായി ആരെങ്കിലും രാജ്യത്തിനു വേണ്ടി നല്ലത് ചെയ്യുന്നുവെന്ന തോന്നലുണ്ടെങ്കിൽ ആ രാഷ്ട്രീയം പിന്തുടരുകയാണ് വേണ്ടതെന്നും സന്ദീപ് പറഞ്ഞിരുന്നു. കോൺഗ്രസ് നേതാവ് സുപ്രിയ ശ്രീനേറ്റും നേരത്തെ ശശി തരൂരിനെ വിമർശിച്ച് രംഗത്തെത്തിയിരുന്നു. പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തെ പുകഴ്ത്തിയപ്പോഴാണ് സുപ്രിയ പ്രതികരിച്ചത്. മോദിയുടെ പ്രസംഗത്തിൽ പ്രശംസിക്കാനായി ഒന്നും താൻ കണ്ടില്ലെന്നും ശശി തരൂർ എങ്ങനെയാണ് അത് കണ്ടെത്തിയതെന്ന് അറിയില്ല എന്നുമാണ് സുപ്രിയയുടെ വാക്കുകൾ.